ഇറാൻ്റെ കൈവശമിരിക്കുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡ് എന്നറിയപ്പെടുന്നതുമായ സൗത്ത് ഫാൾസിലെ ഗ്യാസ് ഫീൽഡിൽ ഇന്നലെ ആക്രമണം നടന്ന ശേഷം വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടായിരിക്കുകയാണ്. ഒന്നാമത്തെ മാറ്റം, ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില, ഗ്യാസ് വില കുതിച്ചുയർന്നു. ഇന്നിപ്പോൾ വില എത്രയെന്നറിയാമോ? $115 ഒരു ബാരലിന് എണ്ണയ്ക്ക് ഇന്ന് വൈകുന്നേരം മാർക്കറ്റിലെ വില. 72 കിടന്നതാണ് ഫെബ്രുവരി അവസാനത്തെ ആഴ്ച. ഇപ്പോൾ 10-20 ദിവസം കൊണ്ട് ഈ 115 ആകുമ്പോൾ ലോകം പരിഭ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം. രണ്ടാമത്തെ കാര്യം, ഇസ്രയേൽ ഇങ്ങനെ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ ഒത്താശയോടെ ആയിരുന്നില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അമേരിക്കയിൽ നിന്ന് വരികയാണ്. മാത്രമല്ല, ട്രംപ് എന്ന് പറഞ്ഞു, ഇനി ഇറാൻ്റെ എനർജി ഫെസിലിറ്റീസിലൊന്നും ആക്രമണം നടത്തിയേക്കരുത്. ആ പറഞ്ഞത് നെതന്യാഹുവിനോടാണ്. നെതന്യാഹു അത് സമ്മതിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും ട്രംപ് ഓവൽ ഓഫീസിൽ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ വലിയ മാറ്റമായി കണക്ക് കൂട്ടുകയാണ്. മാത്രമല്ല, ഇറാൻ ഖത്തറിൻ്റെ എണ്ണയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ, റിഫൈനറികളിൽ ആക്രമണം നടത്തുകയും അമേരിക്കൻ ടാർഗറ്റുകളെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പറയുകയും ചെയ്തതിനെ ഖത്തർ ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എണ്ണ ശേഖരങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് ഇത് അമേരിക്കയ്ക്ക് മേലുള്ള ആക്രമണമാണെന്ന് പറയുന്ന ആ ഒരു രീതി വേണ്ട എന്ന് ഇറാനോട് ശക്തമായി ഖത്തർ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി വന്നൊരു വലിയ മാറ്റം. പെൻറ്റഗൺ ഒരു $200 ബില്യൺ, ഒരു ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി, നമ്മളെപ്പോഴും പറയുമല്ലോ, $20,000 കോടി ഇപ്പോൾ വേണം എങ്കിലേ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ ചെലവിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചതല്ല, ഇനി $200 ബില്യൺ തന്നെ വേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസിനോട് ആവശ്യപ്പെട്ടു. വൈറ്റ് ഹൗസ് ഇനിയിപ്പോൾ US കോൺഗ്രസിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ട് ഈ കാശ് കൊടുക്കണം. ജനുവരി കുറച്ച് കാശ് 188 ബില്യണോ മറ്റോ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇതിലും വേണം. നേരത്തെ 2022 ഓർമ്മയുള്ളവർക്ക് ഒന്ന് മനസ്സിലേക്ക് വരട്ടെ, ഉക്രൈന് വേണ്ടി എത്രയാണ് ചിലവഴിച്ചത് അമേരിക്ക. അത് കഴിഞ്ഞിപ്പോൾ ഇസ്രായേലുമായി ചേർന്ന് ഇറാനുമേൽ നടത്തുന്ന ഈ യുദ്ധത്തിന് കൊണ്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ പാപ്പരായി പോകുന്ന സമ്പദ്ഘടനയുടെ ഭയം അമേരിക്കയെ വേട്ടയാടുന്നു എന്ന തരത്തിൽ അവിടെ പ്രതിപക്ഷം ശക്തമായി ഇതൊരായുധമാക്കി മാറ്റുകയാണ്. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സർവേകളിലും അഭിപ്രായ പ്രകടനങ്ങളിലുമൊക്കെ ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് നമുക്കെന്ത് കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ ആകണം എന്ന് ട്രംപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു കാരണവശാലും ഇറാനിലേക്ക് അമേരിക്കൻ സൈനികരെ വിന്യസിക്കുന്ന പരിപാടിയില്ല, അങ്ങനൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണമായിട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്, ഒരുപക്ഷെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ, അതിന് ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ക്രൂ ഒക്കെ സുരക്ഷിതരാണ്, എങ്കിലും ഇറാൻ്റെ മേഖലയിൽ ഇങ്ങനെ പറന്നു പോകവേ വെടിവെച്ചിട്ടു എന്നുള്ളത് വലിയ ക്ഷീണമായിട്ടുണ്ട് എന്നതുകൊണ്ടാണോ എന്നൊക്കെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംശയിക്കുകയാണ്. ഏതായാലും അങ്ങനെയൊരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. $100 മില്യൺ മുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബറിൻ്റെ വില. അങ്ങനെ ഒന്നാണെന്ന് തകർന്നു വീണിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ USS ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ തീപിടിച്ചതും ആ കപ്പലും കൊണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയതും ഇന്ന് പോകുന്നു എന്നുള്ള ഉറപ്പ് വന്നതും വലിയ റിപ്പോർട്ടുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊണ്ടുവരികയാണ്. വാഷിങ്ടൺ ആർമി ബേസിൽ ഡിഫൻസ് സെക്രട്ടറിയും വിദേശകാര്യ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കവേ, ഒരു ലൈവ് അതിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കവേ, അവിടെ ചില അജ്ഞാത ഡ്രോണുകൾ അതിന് മുകളിലൂടെ കടന്നു പോയെന്നും എവിടെ നിന്ന് വന്നതാണെന്നോ എങ്ങോട്ട് പോയതാണെന്നോ അറിയില്ലെന്നും ഇത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇത് വളരെ ഗൗരവത്തിൽ അമേരിക്കൻ സുരക്ഷാ വിഭാഗം എടുത്തിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. $72 നിന്ന് ഒരു ബാരൽ എണ്ണയ്ക്ക് 115 നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഉപരോധം വഴി തടഞ്ഞു വച്ചിരുന്ന ഇറാൻ്റെ എണ്ണയും ഒരുപക്ഷെ വേണ്ടി വന്നാൽ ലോകത്തിന് കൊടുക്കാവുന്ന തരത്തിലേക്ക് ഉപരോധത്തിൽ ചില അയവ് തൽക്കാലത്തേക്ക് വരുത്തിയാലോ എന്ന മട്ടിൽ അമേരിക്ക ആലോചിക്കുന്നതായി മറ്റു ചില റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതിന് വേണ്ടത്ര സ്ഥിരീകരണം ഈ വാർത്തയ്ക്ക് വന്നിട്ടില്ലെങ്കിലും അവിടങ്ങളിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു നിലവിലുള്ള സാങ്ഷനെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന, കുറച്ച് ദിവസത്തേക്ക് ജലമാർഗം കൊണ്ടുവരാൻ പറ്റിയ വിധത്തിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയോ പാചകവാതകമോ ലോകത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന കാര്യം അന്വേഷിക്കണമെന്നാണ് ഇത്തരത്തിൽ താൽപ്പര്യപ്പെട്ടിരിക്കുന്നത്.
ഇതിനിടെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെയുള്ള ഈ യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ ആക്രമണം ഇന്ന് നടക്കാൻ പോവുകയാണ്. പല ദിവസങ്ങളിലും നമ്മൾ ഈ വാചകം കേൾക്കാറുണ്ട്, എങ്കിലും ഇന്ന് വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ദിവസം ഇത്രയായി ഒരുപാട് ഗൾഫ് രാജ്യങ്ങൾ ആക്രമണം നേരിട്ടു. അവർക്കുള്ള സൈനിക സാമഗ്രി സഹായമായിട്ട് $1646 കോടി സാധനങ്ങൾ കൊടുക്കുന്ന കരാറായിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് അനൗൺസ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. കൂട്ടത്തിൽ വളരെ പ്രധാനമായി ദുബായ് പോലീസ് പറയുന്നൊരു കാര്യം നമ്മളെല്ലാവരെയും ഒന്ന് അറിയിക്കണം. ഇത് കേൾക്കുന്നവർ, അറിയുന്നവർ, നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കേണ്ട സുപ്രധാനമായൊരു വിവരമാണ്. ദുബായ് പോലീസ് പറയുന്നത്, നിങ്ങൾക്ക് ദുബായിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യൂ എന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് SMS ആയിട്ടും വാട്സപ്പിലുമൊക്കെ ചില ലിങ്കുകൾ ചില ആളുകൾ അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കും യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും, അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അവയർനെസ് കാര്യങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് തുറക്കുമ്പോൾ അതിൽ ഉഡായി പൊളിച്ചിരിപ്പുണ്ട്. നമ്മുടെ പല ഡേറ്റയും കൊണ്ടുപോകുന്ന വിധത്തിൽ നമ്മളെ കബളിപ്പിക്കാനുള്ള സന്ദേശങ്ങളാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ദുബായ് പോലീസിൻ്റെയും മറ്റും ഒഫീഷ്യൽ ചാനലുകൾ നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ. ഇങ്ങനെയുള്ള കെണിയിലൊന്നും പോയി വീഴരുത്. ആരെങ്കിലും അയച്ചു തരുന്ന ഇത്തരം SMS-കളോ വാട്സപ്പ് മെസ്സേജുകളോ തുറക്കാൻ പോലും പോരുതെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഈ വിവരമൊന്ന് അറിയിക്കണം. സൗദി അറേബ്യയുടെ എണ്ണ ശേഖരങ്ങൾക്ക് മേലും ചില ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം ലോകത്തിന് നൽകുന്നത്, അത് ഇറാൻ മനസ്സിലാക്കേണ്ട കാര്യമായി പറയുന്നത്, ഞങ്ങൾ ഒരുപാട് മാപ്പ് കൊടുക്കുന്നവരാണ്, ക്ഷമിക്കാൻ കഴിവുള്ളവരാണ്, പക്ഷേ മറക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ. ഇങ്ങനെ ശക്തമായ വാക്കുകളിലൂടെ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വളരെ വൈകാരികമായി നടത്തിയ ഒരു പ്രഖ്യാപനം, ഒരു വാർത്താക്കുറിപ്പ് പോലെ ഒരു അറിയിപ്പ് ഇന്ന് വന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ടച്ച് ചെയ്യും. പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ കഴിയുന്ന പ്രവാസികൾക്ക് ഒന്നാം മാതൃരാജ്യം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇത് രണ്ടാം മാതൃരാജ്യമാണ്, രണ്ടാം ഭവനമാണ്. നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ മാതൃരാജ്യം ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിർണായക സമയത്ത് നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ഇടപെടൽ, നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി, സ്വന്തം രാജ്യം എന്നതുപോലെയാണ് പ്രവാസികൾ ഈ രാജ്യത്തെ കണ്ടത് എന്ന അർത്ഥത്തിൽ UAEയുടെ പ്രസിഡന്റ് ഇന്ന് ട്വിറ്ററിലൂടെ ഈ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. തത്തുല്യമായ വിധത്തിൽ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കുറിപ്പ് ദുബായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യാത്രക്കാരോട് ദുബായ് നൽകുന്ന സന്ദേശമായിട്ട് വന്നിരിക്കുന്നതും നമ്മളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത രീതിക്കുള്ളൊരു പ്രശംസാപത്രം എന്ന രൂപത്തിലാണ് ഈ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ. നിങ്ങൾ സുരക്ഷിതമായി പെട്ടെന്ന് പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ, നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വൈകാരിക കുറിപ്പാണ് ദുബായ് യാത്രക്കാർക്ക് നൽകുന്നത്. താരതമ്യേന ഇന്ന് നമ്മുടെ ഇടയ്ക്ക് ശബ്ദങ്ങളൊക്കെ കേട്ടെങ്കിലും ഇന്നാകെ 7 ബാലിസ്റ്റിക് മിസൈലുകളും 15 ഡ്രോണുകളുമാണ് UAEയിലേക്ക് കടന്നു വന്നത്, ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ മൊത്തം കണക്കൂടി നമ്മളൊന്നറിയണം. ഇതുവരെ ബാലിസ്റ്റിക് മിസൈലുകൾ 334, ക്രൂയിസ് മിസൈലുകൾ 15. ഇപ്പോൾ ക്രൂയിസ് മിസൈലുകൾ വരാറേയില്ല. പിന്നെ ഡ്രോണുകളാണ് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വരുന്നത്. 1714 എണ്ണം ഇതിനകം വരികയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാം കൂടി 2063 എണ്ണത്തെ നിർവീര്യമാക്കാൻ പറ്റിയ സംവിധാനത്തിൻ്റെ മികവ് UAEക്കുണ്ട് എന്നുള്ള കണക്കും നമ്മൾ മനസ്സിലാക്കണം. ദുബായ് വാർത്തയുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവസാനിക്കുന്നതിന് മുമ്പ് ഈദ് മുബാറക്ക് എന്ന സന്ദേശം നേർന്നുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിലും അതുപോലെ ഒമാൻ അടക്കം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നാളെ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും നമസ്കാരത്തിൻ്റെ സമയമൊക്കെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് പള്ളിയിലേക്ക് പോകണം. ഈദ്ഗാഹുകളുണ്ടാവില്ല, പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഓരോരോ എമിറേറ്റുകളിലും ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പോകേണ്ടതുണ്ട് എന്നത് കണക്ക് കൂട്ടി മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സന്തോഷമുള്ള, സമാധാനമുള്ള ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഘട്ടമായി ഈദ് ഉൽ ഫിത്തർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും ഈദ് മുബാറക്ക് നേർന്നുകൊണ്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു.
Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.